പടച്ചോനെ, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഭർത്താവിനോട് ഭാര്യ പറയും, എടാ അതിങ്ങെടുക്കടാ. ഞാൻ വിചാരിച്ചു ആരെയാ അല്ലാഹ് വിളിച്ചേന്ന്. ഭർത്താവിനെ വിളിക്കുക, എടാ. പ്രേമിച്ച് കെട്ടുന്ന അങ്ങനെ എടാ വാടാ പോടാ ബന്ധമാണല്ലോ. ഭർത്താവിനോട് ഭാര്യ പറയുക, എടാ ഇങ്ങെടുക്കടാന്ന്. ഞാനിങ്ങനെ ആലോചിച്ച് എന്നെയാണോ അല്ലാഹ് വിളിച്ചതെന്ന്. നോക്കുമ്പോ അപ്പുറത്ത് ഭർത്താവാ നിൽക്കണം. ആലോചിക്ക്, എടാ വാടാ പോടാ ബന്ധം. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേരെ വിളിക്കും. ഭർത്താവിന്റെ പേര് വിളിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. നല്ലതാണോ മോളെ? നിന്റെ ഉമ്മാടെ പേരെന്താ? നിങ്ങൾ ഉമ്മാനെ എന്താ വിളിക്കുക? എന്റെ വാപ്പാടെ ഇപ്പൊ എന്റെ പേര് സിറാജ്. എന്റെ മോൻ സിനാൻ എന്നെ കാണുമ്പോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ അതോ വാപ്പാന്ന് വിളിക്കണോ? ഇവിടെ ഓരോരുത്തർക്കും ഒരു സ്ഥാനവും ബഹുമാനം ഇല്ലേ? ഉസ്താദിനെ കാണുമ്പോൾ മദ്രസയെ പഠിക്കണം, ഉസ്താദ് മദ്രസയെ പഠിപ്പിക്കുന്നു. ഇവിടുത്തെ ഉസ്താദിനെ കുട്ടികളെല്ലാവരും അൻവർ ഉസ്താദെ എന്ന് വിളിക്കണോ? പേരും കൂടെ എടാ ഏതെങ്കിലും ഒന്ന് വിളിയടാ ചങ്ങായി. ഓരോരുത്തർക്കും ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. ആ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. ഭർത്താവിന് ചില പെണ്ണുങ്ങൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ വിളിക്കുക, എന്നാ വിളിക്കുക, പേര് പോയിട്ട് കാന്നവരും വിളിക്കൂല. പലരും ഏന്ന് വിളിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ ഉപ്പാന്നൊക്കെയാ വിളിക്കണേ. പടച്ചോനെ, ഇന്നെല്ലാം എടാ വാടാ പോടാ പേര് വിളിക്കുന്ന കാലം. അങ്ങനെ ആയിപ്പോയി. ബഹുമാനം ആദരവൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയൊന്നുമല്ല. പരസ്പരം സ്നേഹത്തോടെ വിളിക്ക്, ബഹുമാനം കൊടുക്ക്. ബഹുമാനം കൊടുത്താലല്ലേ തിരിച്ചു കിട്ടും. മക്കൾ തന്നെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. മക്കൾ തന്നെ പിന്നെ കുട്ടികൾ മൊത്തം ഗെയ്സ് എന്നാ വിളിക്കും. വാപ്പാനും ഗെയ്സ് എന്ന് വേണമെങ്കിൽ വിളിച്ചോളെ. അത് അവസ്ഥ. ഗെയ്സ് എന്നാ വിളിക്കുന്ന കുട്ടികളൊക്കെ. പിന്നെ ചെറുപ്പക്കാരൊക്കെ ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള വിളിയാ. ഞാൻ വഴുത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ ഒരു തട്ടുകടയിൽ കയറി. നമ്മൾ ഈ വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നല്ല വിശക്കും, ജോലി കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ. അപ്പൊ ഇങ്ങനെ വിശക്കുണ്ട്. തട്ടുകടയിൽ കയറിയപ്പോ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനെ അവരെ അങ്ങനെ വിളിക്കുന്ന കാലമായി. അതെങ്ങനെ? എല്ലാം വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ലേ, ഈ കൊലയല്ലേ. ഇത് കണ്ടല്ലേ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഭാര്യ ബഹുമാനിക്കണം, ആദരിക്കണം, അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. നമ്മളല്ലേ കൊടുക്കണ്ടേ? ആ പെണ്ണിന് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആദരവും സ്നേഹവും ബഹുമാനം ഒക്കെ വരും. ഓള് നോക്കുന്നില്ല ഉസ്താദെ, പരിഗണിക്കുന്നില്ല ഉസ്താദെ. എങ്ങനെ പരിഗണിക്കാൻ? നിന്റെ സ്വഭാവമല്ലേ. നീ ഒന്ന് സ്നേഹിക്ക്. നീ നിന്റെ ഭാര്യയോടൊന്ന് സ്നേഹം കാണിക്കാൻ തയ്യാറാകുക. ഓടി നടന്ന് പെണ്ണ് കിട്ടുന്ന ചങ്ങാതിമാര് 1, 2, 3 കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓടി നടന്നു. ഇവിടെ പെണ്ണൊക്കെ കിട്ടുന്നൊക്കെ 4 വരെ വിവാഹമൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. 4 വരെ വിവാഹമൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ 4 വരെ വിവാഹം കഴിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ആരും അറിയാതെ, മഹലും വീടും അറിയാതെ എവിടെയെങ്കിലും പോയി ഒന്നിനെ കെട്ടിയിട്ട് വാടക വിട്ടും കൊടുത്ത് അവിടെ ഇട്ടേക്ക് വാ, എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പോകും. അതല്ല. വേണ്ടതൊക്കെ കൊടുക്കുകയും രണ്ടുപേരെയും ഒന്നുപോലെ തന്നെ കാണാൻ കഴിയണം. രണ്ടുപേർക്കും ഒരേ സ്ഥാനം കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ടവളോട് ചോദിക്കുമ്പോ ആയിഷ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുറിച്ച് നല്ലത് പറയണമടോ. നമ്മളെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറയട്ടെ. മരിച്ച് എത്ര കൊല്ലം കഴിഞ്ഞാലും നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയട്ടെ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന സഹോദരാ, നിനക്ക് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടണോ. നിന്റെ ഭാര്യ അല്ലാഹുവോട് പറയണം, പടച്ചവര്, എന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായിരുന്നു തമ്പുരാന്, നിന്നെ ഭയന്ന് ജീവിച്ച മനുഷ്യനായിരുന്നു പടച്ചവര് എന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് സഹോദരാ, നിനക്ക് സ്വർഗമുണ്ട് സഹോദരാ. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയട്ടെ, മോളെ, നിനക്ക് സ്വർഗത്തിൽ പോകണോ? നിനക്ക് നാളെ സ്വർഗത്തിൽ പോകണോ? പടച്ചവരെ, ആരാണ് നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, പടച്ചവരെ, അതാ നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രയാണ്. അങ്ങനെ യാത്ര ചെയ്തു വരുമ്പോ, വലിയ യാത്രയാണല്ലോ പടച്ചവരെ, പല